ലേറ്റസ്റ്റ് സാംസങ് ഗാലക്സി S25 അൾട്രയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഗാലക്സി S25 പ്ലസിലുണ്ട്. S25 അൾട്രയിലുള്ള പോലെ തന്നെ സെയിം 1UI 7 അപ്ഡേറ്റ്സ് നമുക്ക് ബ്രീഫ് ചെയ്യുന്ന നൗബാർ ആ സംഭവം അത് നമുക്ക് S25 പ്ലസിലുണ്ട്. അതുപോലെ തന്നെ ഇമേജ് അപ്സ്കെയിലിംഗ്, ഡ്രോയിങ് അസിസ്റ്റ്, കോൾ അസിസ്റ്റന്റ്, ലൈവ് ട്രാൻസ്ലേഷൻ, സർക്കിൾ ടു സെർച്ച്, നോട്ട് അസിസ്റ്റ്, ട്രാൻസ്ക്രിപ്ഷൻ അസിസ്റ്റ്, നൗ ബ്രീഫ്, ഓൾ ദ പ്രോ ലെവൽ AI ഫീച്ചേഴ്സും ഗാലക്സി S25 പ്ലസിലുണ്ട്. ആർമർ അലുമിനിയത്തിന്റെ ബോഡിയാണ് ബിൽറ്റിംഗ്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ്. സെയിം ഡിസ്പ്ലേ തന്നെയാണ്, പക്ഷേ വലിപ്പം ഇച്ചിരി കുറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ റൗണ്ടർ കോർണറിന്റെ കട്ടിംഗ് എഡ്ജസിന്റെ ഡിസൈൻ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് 6.7 ഇഞ്ചസിന്റെ QHD പ്ലസ് ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് S25 പ്ലസിൽ നൽകിയിരിക്കുന്നത്. 1 to 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 2600 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് ഇതിൽ വരുന്നത്. പ്രോ സ്കെയിലർ, അതായത് ഇമേജ് അപ്സ്കെയിലിംഗ് S25 പോലെ തന്നെ S25 പ്ലസിൽ ഇതിലും നമുക്ക് കിട്ടുന്നുണ്ട്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് S25 പ്ലസ്. 190 ഗ്രാം ആണ്. ബാറ്ററി വരുന്നത് 4900 മില്യൺ പവറിന്റെ ബാറ്ററിയാണ് ഇത് വരുന്നത്. ഏകദേശം ഒരു 30 അവേഴ്സ് ബാറ്ററി കണ്ടിന്യൂസ് വീഡിയോ പ്ലേ ബാക്ക് ടൈമിൽ നമുക്ക് കിട്ടും. S25 അൾട്രയിൽ 31 അവേഴ്സിന്റെ ബാറ്ററിയാണ് കണ്ടിന്യൂസ് വീഡിയോ പ്ലേ ബാക്ക് ടൈമിൽ പറയുന്നത്. പെർഫോമൻസും ബാറ്ററി ലെവലൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen എലീറ്റിന്റെ ചിപ്സെറ്റ് കൊടുത്തിരിക്കുന്നത്. സെയിം ഗെയിമിംഗ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് S25 പ്ലസിൽ ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പേപ്പർ ചേമ്പർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് മാനേജ്മെന്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. 1UI 7 വരുന്ന ഓൾ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും S25 അൾട്രയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. S25 അൾട്രയിൽ നമുക്ക് 4 ക്യാമറ സിസ്റ്റം ആണ് ബാക്ക് സൈഡ് വരുന്നത്. 200 മെഗാ പിക്സലിന്റെ ക്യാമറ S25 പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും കാണത്തില്ല. 50 MB വൈഡ് ആംഗിൾ ക്യാമറ, 10 MB ടെലിഫോട്ടോ ക്യാമറയും 12 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 12 MB ക്യാമറ കൊടുത്തിരിക്കുന്നത്. നൈറ്റ് ഫോട്ടോഗ്രാഫി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നോയ്സ് ഒക്കെ റിഡ്യൂസ് ചെയ്തിട്ട് ഇമേജ് ഒക്കെ കുറച്ചുകൂടി അപ്സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് ക്ലാരിറ്റി ആയിട്ടുള്ള ഇമേജസ് ഒക്കെ തരാനായിട്ടുള്ള സെയിം ക്വാളിറ്റി നമുക്ക് S25 അൾട്രയിൽ പോലെ തന്നെ S25 പ്ലസിലും ഇപ്രാവശ്യം തന്നിട്ടുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 10 MB ടെലിഫോട്ടോയാണ് S25 പ്ലസിൽ നൽകിയിരിക്കുന്നത്. അൾട്രാ വൈഡ് 12 MB ആണ് കൊടുത്തിരിക്കുന്നത്. S25 അൾട്രയിൽ 50 MB ആണ്. കോമൺ ആയിട്ട് നമുക്ക് വേണ്ടത് ബെസ്റ്റ് പോർട്രേറ്റ് ആണ്. പിന്നെ ഈ 200 MB 100 MB എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാക്സിമം നമ്മൾ സൂം ചെയ്തിട്ട് എടുക്കാവുന്ന ഒരു സംഭവമാണ്. 85-90% ആൾക്കാരും ഈ പറയുന്ന 200 MB ക്യാമറ ഉണ്ടെങ്കിലും അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബെസ്റ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ്, അതായത് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ്, അതുപോലെ തന്നെ ഫോട്ടോസിൽ എഡിറ്റ് ചെയ്യാനുള്ള പർപ്പസ്, പിന്നെ ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് ഒബ്ജക്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ, ഇതെല്ലാം S25 പ്ലസിൽ കിട്ടുന്നുണ്ട്. S25 അൾട്രയിൽ നിന്നും S25 പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കോംപ്രമൈസ് ചെയ്യാനുള്ളത് അതിലെ ബിൽറ്റ്, അതിന്റെ ബാറ്ററി, അതുപോലെ തന്നെ അതിലെ ക്യാമറ. മെയിൻ ആയിട്ട് ഈ S25 സീരീസിൽ ക്യാമറയാണ്. പിന്നെ വരാനുള്ളത് നമ്മുടെ പെന്നില്ലേ, S Pen. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ അത് അത്ര ഒരു ബിഗ് ഡീൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബെസ്റ്റ് ഇൻ ക്വാളിറ്റി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗന്റെ 8 Gen എലീറ്റിന്റെ ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 50 MB നമുക്ക് മോർ ദാൻ ഇനഫ്. 50 MB ക്യാമറ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി ഫീച്ചേഴ്സ് എടുക്കാൻ കഴിയും. വീഡിയോ എഡിറ്റിംഗിൽ വരുന്ന സംഭവങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എറേസ് ചെയ്യാനുള്ള സംഭവങ്ങൾ, ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും S25 പ്ലസിലുണ്ട്. നമ്മൾ അൾട്രയിൽ എടുത്താലും പ്ലസ് എടുത്താലും സെയിം ചിപ്സെറ്റ്, സെയിം പെർഫോമൻസ്, ലേറ്റസ്റ്റ് 1UI 7 നൗ ബ്രീഫ് പോലുള്ള ഡെയിലി അപ്ഡേറ്റ്സ് എൻജോയ് ചെയ്യാൻ കഴിയും ഈ സെയിം S25 പ്ലസിൽ. ഡോൾബി അറ്റ്മോസിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. 1 hourന്റെ കുറവ് വരുന്നുള്ളൂ S25 അൾട്ര S25 പ്ലസും തമ്മിൽ. 30 അവേഴ്സിന്റെ കണ്ടിന്യൂസ് വീഡിയോ പ്ലേ ബാക്ക് ടൈം S25 പ്ലസിൽ കിട്ടുന്നുണ്ട്. അൾട്രയിലാകുമ്പോഴത്തേക്കും അത് ഏകദേശം 31 മണിക്കൂർ, 1 മണിക്കൂറിന്റെ സംഭവം ഇതിനകത്ത് കുറയുന്നുണ്ട്. ലോഗ് വീഡിയോസ് ഷൂട്ട് ചെയ്യാം S25 പ്ലസിൽ. നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് ബെസ്റ്റ് പോർട്രേറ്റ്, നല്ല ഫോട്ടോസ് എടുക്കാൻ കഴിയണം, ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി കഴിയണം, അത്യാവശ്യം നല്ല ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ബാറ്ററി കിട്ടണം, പിന്നെ പ്രോസസർ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ വേണം, ഡിസ്പ്ലേ റെസൊല്യൂഷൻ 1 to 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. സെയിം S25 അൾട്ര പോലെ തന്നെ S25 പ്ലസിലും കിട്ടുന്നത്. റൗണ്ടഡ് കോർണർ കട്ടിംഗ് എഡ്ജസിന്റെ ഡിസൈൻ, ആർമർ അലുമിനിയത്തിന്റെ പ്രൊട്ടക്ഷൻ. S25 അൾട്രയിലാവുമ്പോഴത്തേക്കും അത് ടൈറ്റാനിയം ആവും. ബിൽറ്റിന്റെ കാര്യത്തിൽ ആ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ പെന്ന്, S Pen 70% ആളുകളും S Pen ഉപയോഗിക്കാറില്ല, അതിന്റെ രീതിയിൽ ഉപയോഗിക്കാറില്ല. ഇത്തവണ S25 അൾട്രയിൽ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, വയർലെസ് കണക്ടിവിറ്റി S Penൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓവറോൾ പെർഫോമൻസ് എല്ലാം സെയിം ആണ്. S25 പ്ലസും അൾട്രയും തമ്മിൽ ഓൾമോസ്റ്റ് പെർഫോമൻസ് ലെവൽ എല്ലാം സെയിം ആണ്. അൾട്രയിലാകുമ്പോഴത്തേക്കും 6.9 സ്ക്രീൻ ആണെങ്കിൽ ഇതിൽ 6.7 ഇഞ്ചസിന്റെ കുറച്ച് സ്ക്രീൻ സൈസ് കുറച്ച് ചെറുതാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റിയുള്ള ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസ്പ്ലേ, സെയിം ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് S25 പ്ലസിൽ കൊടുത്തിട്ടുള്ളത്. ജെമിനൈയുടെ 6 month ഫ്രീ ട്രയൽ S25 പ്ലസിലും ഉണ്ട്. അൾട്രയിൽ മാത്രമല്ല പ്ലസിലും ഉണ്ട്. പിന്നെ അതുപോലെ ഓട്ടോ ട്രിം ഇല്ലേ, നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ഒരു ഓട്ടോ ട്രിം ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് വീഡിയോ പോലെ തന്നെ ആക്കി തരുന്ന സംഭവം, അതൊക്കെ ഈ S25 പ്ലസിലും ഉണ്ട്. അൾട്രയിൽ മാത്രമല്ല.
പിന്നെ സാംസങ് ഫിറ്റ്നസിന്റെ സംഭവങ്ങൾ, സെക്യൂരിറ്റി, ഓൾ പ്രോ ലെവൽ ഫീച്ചേഴ്സും S25 പ്ലസിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ക്യാമറ, S Pen, പിന്നെ ബാറ്ററി, ഡ്രോയിങ് അസിസ്റ്റ്, ഫോട്ടോ അസിസ്റ്റ് പോലുള്ള അലുകുലത്ത് പരിപാടികളെല്ലാം S25 പ്ലസിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽറ്റ്, ഈ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 ലക്ഷം രൂപയിൽ നമുക്ക് S25 പ്ലസ് എടുക്കാൻ പറ്റും. ഒരു സിൽവർ ഷാഡോ നേവി കളർ, കോറൽ റെഡ്, പിന്നെ ഒരു പിങ്ക് ഗോൾഡ്, ഒരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. ഈ 3 കളർ സ്പെഷ്യൽ എഡിഷൻ കളേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ 3 കളേഴ്സും ഓൺലൈൻ ഷോപ്പിൽ അവൈലബിൾ ആണ്. 256GB 12GB വരുമ്പോഴത്തേക്കും നമുക്ക് 99,999 രൂപ, 1 ലക്ഷം രൂപയാണ്. പിന്നെ ഓഫേഴ്സും പിന്നെ കാർഡിൻ്റെയൊക്കെ ബാങ്ക് ഓഫേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും അതിലും പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. 512GB 12GB വേരിയന്റ് വരുമ്പോഴത്തേക്കും 1,11,999, 1,11,999 രൂപയാണ്. S25 അൾട്രയും പ്ലസും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, S Pen ഉണ്ടാവത്തില്ല S25 പ്ലസിന്. പിന്നെ അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ടൈറ്റാനിയം വെച്ചിട്ടല്ല, ആർമർ അലൂമിനിയം ആണ്. ബട്ട് ബെസ്റ്റ് ഇൻ ബിൽറ്റ് ആണ് വരുന്നത്. ലേറ്റസ്റ്റ് ഗോറില്ല ഗ്ലാസ് വിറ്റ്നസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ. പിന്നെ ഡിസ്പ്ലേ സൈസിൽ ചെറിയൊരു കുറവുണ്ട്. 6.9 ഇഞ്ചസിന് 6.7 ഇഞ്ചസ് നമുക്ക് ഇതിൽ പ്ലസിൽ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ബാറ്ററിയുടെ ഏകദേശം 5000 mAh ആണ് S25 അൾട്രയിൽ വരുന്നതെങ്കിൽ ഇതിൽ 4900 mAh ഉള്ളൂ. സെയിം പെർഫോമൻസ് ലെവലാണ്. സെയിം ഈ 1 UI കിട്ടുന്നുണ്ട്. സെയിം സ്നാപ്ഡ്രാഗൺ എലീറ്റ് ചിപ്സെറ്റ് കൊടുത്തിരിക്കുന്നത്. പ്രൊവിഷണൽ എഞ്ചിൻ രണ്ടിലും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ പെർഫോമൻസും AI ഫീച്ചേഴ്സ് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും സെയിം ആണ് രണ്ടിലും. പ്രൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പർച്ചേസിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സാംസങ് സ്മാർട്ട് കഫേയുടെ നമ്പർ ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.